അല്ലെങ്കിൽ തന്നെ വനയോര മലയോര മേഖലയിലുള്ള പാവപ്പെട്ട കുടിയേറ്റ കർഷകൻ ഇന്ന് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പീഡനം, അവരുടെ ഹറാസ്മെൻറ്റ് സഹിക്കേണ്ട അവസ്ഥയിലാണുള്ളത്. ഞാൻ തന്നെ MLA നേരിട്ട് ഇടപെട്ട് പല വിഷയങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ അവിടെ റോഡ് പണി നടക്കുമ്പോൾ, ഫോറസ്റ്റിൻ്റെ അതിലെ പോകുന്ന റോഡ് പണി നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മിറ്റിൽ മാറ്റിയിട്ടതിൻ്റെ പേരിൽ റോഡ് പണിയാൻ വന്ന കോൺട്രാക്ടർ എൻഗേജ് ചെയ്ത ആളുടെ പൊക്ലിൻ അവർ സീസ് ചെയ്ത് അവർ എടുത്തു. അവർ പറഞ്ഞ ഫോറസ്റ്റ് ഒഫൻസ് നടന്നു വന്നു. ഞങ്ങൾ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി ബലമായി അതിനെ റിലീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ധാരാളം ഇൻസിഡൻസ് സാധാരണ കർഷകനെ, കുടിയേറ്റക്കാരനെ, പാവപ്പെട്ടവനെ, നിസ്സഹായനായിട്ടുള്ളവരെ ഈ ഫോറസ്റ്റ് ഓഫീസർ ഇപ്പം തന്നെ നിയമം വിട്ട് ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള അധികാരങ്ങൾ നൽകി അവരെ വീണ്ടും ഞാൻ ബലമായി സംശയിക്കുന്ന ഒരു കാര്യം, ഈ മലയോര വനയോര മേഖലയിലെ ആളുകളെ കുടിയിറക്കാനുള്ള ഒരു അലിഖിതമായ ഒരു പദ്ധതി നടപ്പിലാക്കുവാനോ സംശയമുണ്ട്. കാരണം നിരവധി നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ നാട്ടിൽ കാട്ടാനയുടെ അക്രമത്തിൽ എന്ന് പറയാൻ വേണ്ടി കാട്ടാന പിഴുതെറിഞ്ഞ ഒരു മരം വന്ന് വീണ് ഒരു പെൺകുട്ടിയുടെ ദാരുണമായ അന്ത്യം ഉണ്ടായി. അതിനു മുമ്പ് നിരവധിയായ കാട്ടാന അക്രമത്തിലെ മരണങ്ങളുണ്ടായി. ഇതെല്ലാം നിയമസഭയിൽ ഉന്നയിച്ച് ഞങ്ങൾ ലളിതമായിട്ട് ഇതിന് പരിഹാരം കാണാൻ ഫോറസ്റ്റ് ഫെൻസിംഗ് എങ്കിലും ചെയ്യണമെന്നാവശ്യപ്പെട്ടു. പലവട്ടം ഈ സർക്കാരും മുഖ്യമന്ത്രിയും വനം മന്ത്രിയും നിയമസഭയിൽ മറുപടി പറഞ്ഞു, ഇതെല്ലാം ചെയ്യും. മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാകുകയും ഫോറസ്റ്റ് ഫെൻസിങ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ കേരളത്തിൽ ഒരിടത്തും വനമേഖലയിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഫോറസ്റ്റ് ഫെൻസിങ് നടത്താൻ ഈ സർക്കാർ തയ്യാറല്ല. ഇനി മറ്റൊരു കാര്യം ഞങ്ങൾക്ക് പ്രകടമായി സംശയം തോന്നുന്നു, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അവരുടെ പണം മുടക്കി ഫെൻസിങ് ചെയ്യുന്നതിന് വേണ്ടി അനുമതി ചോദിച്ചിട്ട് ആ അനുമതി പോലും ഈ സർക്കാർ നിശ്ചയിച്ചു. പണം മുടക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ ഖജനാവ് പണം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പോട്ട് വന്നപ്പോൾ അതിന് പോലും അനുമതി നിശ്ചയിച്ച സർക്കാരാണ്. ഇപ്പോൾ കാട്ടാന അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ അതിവ്യാപകമായി ജനങ്ങളെ ഉപദ്രവിക്കുന്നു. കൃഷി എന്ന് പറയുന്നത് അസാധ്യമായി, വനയോര മേഖലയിൽ കൃഷി നടത്താൻ കഴിയാത്ത സാഹചര്യമായി. ഇന്ന് വെറും നിസ്സാര വിലയ്ക്ക് ജനങ്ങൾ ഈ വനയോര മേഖലയിലുള്ള ഭൂമി വിൽക്കാൻ നിർബന്ധിതരാവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പുതിയ പ്രോജക്റ്റുമായി വരികയാണ്. അവർ തന്നെ സ്ഥലം വാങ്ങും. ഒരു ഏക്കറിന് 10 ലക്ഷം 15 ലക്ഷം ഇങ്ങനെ ഒരു റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ വനത്തോട് മുട്ടിക്കിടക്കുന്ന ഭൂമി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അപ്പോൾ തന്നെ ആ സ്ഥലം ഫോറസ്റ്റ് വാങ്ങുകയാണ്. ഞാൻ സംശയിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഉന്നയിക്കുന്ന കാര്യം, ഈ മലയോര മേഖലയിലെ പാവപ്പെട്ട കുടിയേറ്റ കർഷകനെ വന്യജീവികളെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഹറാസ്മെൻറ്റും വെച്ച് കുടിയിറക്കാനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്ന ഒരു സർക്കാരായി പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഇന്ന് ഈ നിലയിലുള്ള അമിതാധികാരം ഇവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അതിനപ്പുറം ഇപ്പോൾ ഇവിടുത്തെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് എന്ന് പറഞ്ഞാൽ ഇതേ നിയമത്തിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത് ചന്ദന മരങ്ങൾ വെട്ടിവിൽക്കുന്നതിന് ഉള്ള ചന്ദന ലോബിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാളിതുവരെയും ചന്ദന മരങ്ങൾ സ്വകാര്യ ഭൂമിയിൽ നിന്നിരുന്നാലും, സ്വകാര്യ ഭൂമി എന്ന് പറയുമ്പോൾ സർക്കാർ പതിച്ചു കൊടുത്ത ഭൂമിയിൽ നിൽക്കുന്ന ചന്ദന മരങ്ങൾ വെട്ടാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. ചന്ദന ലോബിക്ക് ഒരു വശത്തുകൂടി ആനുകൂല്യം കൊടുക്കുകയും മറുവശത്തുകൂടി കുടിയേറ്റ കർഷകൻ്റെ കഴുത്തിന് പിടിച്ച് അവനെ കുടിയിറക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരായി പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുകയാണ്. ഈ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത ഈ റൂള് അല്ലെങ്കിൽ ഈ അമെൻമെൻറ്റ് കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുള്ള ഒരു ഫോറത്തിലും ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ MLA മാർക്ക് ആർക്കും ഇതിൻ്റെ കോപ്പി നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ഇതുമായിട്ടൊരു കൺസൾട്ടേഷനോ ആലോചനയോ ഈവൻ സബ്ജക്ട് കമ്മിറ്റി പോലും പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് പറയുമ്പോൾ സർക്കാരിന് വേണമെങ്കിൽ ഏകപക്ഷീയമായി ഈ അമെൻമെൻറ്റ് കൊണ്ടുവരാനുള്ള അവകാശവും അധികാരമൊക്കെ ഉണ്ട്. അത് നിയമസഭയുടെ ടേബിളിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിയമസഭയിൽ ഇത് വരാൻ പോകുന്നേ. തീർച്ചയായിട്ടും അതിശക്തമായി ഈ ജനവിരുദ്ധ, കർഷക വിരുദ്ധ, സാധാരണ ജനങ്ങളെ
ഇത്രയേറെ പ്രയാസപ്പെടുത്തുന്ന ഇതിനെ പ്രതിപക്ഷം തീർച്ചയായിട്ടും എതിർക്കും. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് തന്നെ ആ കാര്യത്തിൽ വ്യക്തത വരുത്തും. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിരുന്നു. തീർച്ചയായിട്ടും ഈ ജനവിരുദ്ധ നയങ്ങളെ UDF എതിർക്കും. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാനത് പറയാൻ കാരണം, പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് 3 മാസം കഴിഞ്ഞപ്പോഴാണ് പട്ടയഭൂമി എന്ന് പറയുന്നത്, അതെല്ലാം വനയോര മേഖലയിലാണ് കൂടുതലായിട്ടും പട്ടയം അനുവദിച്ചിട്ടുള്ള പട്ടയഭൂമിയുള്ളത്. പട്ടയഭൂമിയിൽ വീട് വയ്ക്കാനും കൃഷിക്കും മാത്രമല്ലാതെ മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല, ഉപയോഗിക്കാൻ അനുമതി നൽകരുത് എന്ന് പറഞ്ഞ ഉത്തരവ് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് 3 മാസത്തിനകത്ത് ഇറക്കിയ ആദ്യത്തെ ഉത്തരവാണ്. അതിന് പിന്നാലെ ഒന്നിനു പിറകെ ഒന്നായി ഇപ്പോൾ ഇടുക്കിയിലോ മറ്റു മേഖലയിലോ ഒക്കെയുള്ള ഈ ഹൈക്കോടതിയിൽ ഇവർ നിരന്തരം സ്വീകരിച്ചു വന്ന നിലപാടുകൾ പട്ടയ വിഷയത്തിൽ, കർഷകരുടെ വിഷയത്തിൽ, കുടിയേറ്റ കർഷകരുടെ വിഷയത്തിൽ, വനയോര മേഖലയിലെയും മലയോര മേഖലയിലെയും ആളുകളുടെ കാര്യത്തിൽ എക്കാലത്തും ഈ സർക്കാർ വന്നതിന് ശേഷം ജനവിരുദ്ധ നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു കാരണവശാലും ഈ നിലയ്ക്കുള്ള ഒരു നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കാൻ പാടില്ല. ഈ കാര്യത്തിൽ മനസാക്ഷി വനയോര മലയോര മേഖലയിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകണം. ഞങ്ങൾ പ്രതിപക്ഷം ഈ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്.